ഹലോ, അനന്തുവാണ് തരംഗം മീഡിയ. ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം രതീഷേട്ടനൊക്കെ അവിടെ പോയപ്പോൾ കിട്ടിയ കുഞ്ചിനെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ഇലയെ പൊള്ളിക്കാൻ പോകണം. അപ്പോൾ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാ. അപ്പോൾ മച്ചന്മാരത്തേണ്ട ഇതാണ് നമ്മുടെ കുട്ടനാടൻ കൊഞ്ച്. നമ്മളന്ന് ഏഷ്യാട്ടിൻ്റെ അവിടെ നിന്ന് പിടിച്ച കൊഞ്ചാണ്. അത് നമ്മളൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളതിൻ്റെ ഇലയെ പൊള്ളിക്കുമ്പോൾ അതിൻ്റെ കാലും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ക്ലീൻ ആക്കുന്നതിന് മുമ്പ് ആ കാലോട് കൂടി ഇരിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ ഇവനെ ക്ലീൻ ചെയ്ത് നമുക്ക് നേരെ ബാക്കി പരിപാടിയിലേക്ക് പോകാം. ബാ. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ആ കൊഞ്ച് വൃത്തിയാക്കി എല്ലാം അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അത് ഈർക്കിൽ കയറ്റിയിരിക്കുക കേട്ടോ. പച്ച ഈർക്കിൽ നമ്മളത് കൊഞ്ചിനെ കയറ്റി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ മസാലയും കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊഞ്ച് ഇലയെ പൊള്ളിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കരിമീൻ ഇലയെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കൊഞ്ചിനെ ഇലയെ പൊള്ളിക്കുവാണ്. അപ്പോൾ അത് വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അകത്തിൽ മസാല വരട്ടി സെറ്റാക്കാം. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ. അടുത്തത് മല്ലിപ്പൊടി. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്ന ഗരം മസാല പൊടിച്ച്. നമ്മുടെ കൊഞ്ച് ഇലയിൽ പൊള്ളിക്കുമ്പോൾ ഏറ്റവും വേണ്ട സാധനം കുരുമുളക് പൊടി. അടുത്തത് നമ്മൾ ലാസ്റ്റായിട്ട് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഉള്ള പേസ്റ്റ്. അടുത്ത് മെയിൻ സാധനം ഉപ്പ്. അപ്പോൾ നമ്മൾ ഈ മസാല നമ്മളതൊന്ന് ചെറുതായിട്ട് നമ്മുടെ കരിമീൻ അന്ന് ചെയ്ത പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയുള്ള മസാലയാണ് കേട്ടോ. ഒന്ന് പകുതി കൊഞ്ച് വേവിച്ചെടുക്കുക, കാരണം കൊഞ്ചിന് വേവുള്ളതാണ്. അപ്പോൾ കൊഞ്ച് പകുതി ഒന്ന് വേവിച്ചെടുക്കാനുള്ള മസാലയാണ് ഇത്. കഴിഞ്ഞിട്ട് നമുക്ക് പൊള്ളിക്കാൻ നേരത്ത് നമ്മൾ മസാല വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വറക്കാൻ വേണ്ടി മാത്രമുള്ള മസാലയാണ്. നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അവനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചൽ നമ്മൾ ഗ്രേവി എല്ലാം പിടിപ്പിച്ചെല്ലാം വെച്ചിരിക്കുകയാണ്. നമ്മളത് പാൻ അടുത്തായിട്ട് വെച്ചു. അതിലേക്ക് ഇത് എണ്ണ ഒഴിക്കുക കേട്ടോ. ആ എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി സെറ്റായി കഴിയുമ്പോൾ നമുക്ക് നേരെ അതിലേക്ക് നമ്മൾ ഈ അരമണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് എടുത്ത് അതിന് തൊട്ടാം. പകുതി വേവിച്ചാൽ മതി കേട്ടോ. കാരണം ഓൾറെഡി മറ്റ് മീനിനെ അപേക്ഷിച്ച് കൊഞ്ചിന് വേവ് കൂടുതലാണ്. അതുകൊണ്ട് ശകലം നല്ല രീതിയിലൊന്ന് കൊഞ്ചിനെ വേവിക്കണം. അപ്പോൾ അതേ കൊഞ്ചിനെ നമുക്ക് അതിലേക്ക് ഇടാം. ഇത് ഇവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വറക്കണം. എന്നിട്ട് ഉള്ളു വറക്കണ്ട, ഒരു പകുതിയിൽ കൂടുതൽ വേവ് വരണം. എന്നാലേ ബാക്കി നമുക്ക് വാഴയിലെ പൊള്ളിക്കുമ്പോൾ വെന്തോളും. അല്ലെങ്കിൽ വേവ് ഒത്തിരിയുള്ള മീനായതുകൊണ്ട് പ്രശ്നമാവും. ഇപ്പോൾ കാഴ്ച നമ്മൾ ഒരു സൈഡ് അതിൻ്റെ പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡും കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് റെഡിയായിട്ട് വന്നിട്ട് ബാക്കി ഗ്രേവികളും ഇലയെ പൊള്ളിക്കാനുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഈർക്കിൽ കയറ്റി പകുതി വറുത്ത കൊഞ്ചിന് നമ്മളത് പാത്രത്തിലേക്ക് ഈർക്കിലെല്ലാം മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലയെ നമുക്കിതിൻ്റെ കൂടെ റെഡിയാക്കി വെക്കാനുള്ള ഗ്രേവിയാണ്. അപ്പോൾ അതേ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ എണ്ണ ഒരു ശകലം കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ കൊഞ്ച് വറുത്ത എണ്ണ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ശകലം കൂടി ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ആദ്യം അതിന് വേണ്ട ഗ്രേവിക്ക് വേണ്ട സബോള. നമ്മൾ കരിമീൻ എടുത്തത് കൊച്ചുള്ളിയാണ്. ഇതിന് സബോളയാണ്. കൊച്ചുള്ളി ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സബോളയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ സബോള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്
ആ തക്കാളിയും കൂടെ ഒന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് അത് നല്ലപോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇടാം. ആദ്യം ഇടുന്ന മഞ്ഞൾപ്പൊടി, അടുത്തത് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല പൊടിച്ചത്. അടുത്ത് ഇടാൻ പോകുന്ന നമ്മൾ കുരുമുളക് പൊടി. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം, നമ്മൾ കൊഞ്ച് വറുത്ത സമയത്ത് ഈ ചേരുവകളെല്ലാം നമ്മൾ ചേർത്താണ് കൊഞ്ച് നമ്മൾ വറുത്തത്. എങ്കിലും നമ്മൾ ഇല പൊള്ളിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ഗ്രേവി അതിൻ്റെ മേളിൽ നമ്മൾ ഇടുന്നത് കൊണ്ട് ആ ഗ്രേവിക്കും കൂടി ആ ഫ്ലേവർ എല്ലാം ഒന്ന് കയറി നിൽക്കാനും നല്ല തിക്കായിട്ട് കൊഞ്ചിനെ ആ ഗ്രേവി ഒന്ന് മൂടിക്കിടക്കാനും വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഈ പൊടികളെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ പൊടിയെല്ലാം ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതിൻ്റെ ഗ്രേവിക്ക് ഉണ്ടാക്കാനുള്ള പൊടിക്ക് പുറമേയിട്ട് നമ്മുടെ ഒരു കൊച്ചു പൊടിക്കൈ പോലെ കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ നമ്മുടെ മസാലയുടെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇലയിൽ പൊള്ളിക്കാനുള്ള ഗ്രേവി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അത് നമ്മുടെ വാഴയില വാട്ടിയതിനകത്തോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഗ്രേവി ഇല വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പകുതി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച്, അപ്പോൾ നമ്മൾ കൊഞ്ച് വെച്ചിട്ട് ആ കൊഞ്ച് വറുത്ത എണ്ണയുടെ കൂട്ടത്തിലുള്ള ഗ്രേവി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗ്രേവി അതിൻ്റെ മുകളിലോട്ട് കവർ ചെയ്ത് വെക്കുക. അതേ നമ്മൾ ഗ്രേവി എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് പയ്യെ ഇല കൊണ്ട് നമുക്ക് പൊതിയാം. അപ്പോൾ ഗൈസ്, നമ്മൾ കൊഞ്ച് നമ്മളെ വാഴയില ഗ്രേവി എല്ലാം ഫില്ല് ചെയ്ത് പൊതിഞ്ഞ് വാഴയിലോട്ട് പൊതിഞ്ഞ് ആ വാഴയുടെ നാരുകൊണ്ട് തന്നെ നമ്മളിത് കെട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഗ്യാസിൽ വെക്കണം, എണ്ണ ഒഴിക്കണം, നേരെ പൊള്ളിച്ചെടുക്കുക. നേരെ നമുക്ക് പൊള്ളിക്കാനായിട്ട് പോകാം. ഗൈസ്, അപ്പോൾ അതേ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതൊന്ന് പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ മതി കേട്ടോ. പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ദോശക്കല്ലിലൊക്കെ ഒഴിക്കുന്ന ഒത്തിരി എണ്ണ വേണ്ട. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അത് വെക്കാം. അപ്പോൾ ഇനി ആ ഒരു സൈഡൊന്ന് റെഡി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അപ്പോൾ അവൻ ആ ചെറിയ ഒരു ഫ്ലെയിമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് കിടന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ഇലയിൽ പൊള്ളിച്ച കൊഞ്ച് അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ ഒന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ അങ്ങനെ സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിനി അത് തുറന്നു നോക്കാം. ഗൈസ്, അത് തുറന്ന സമയത്ത് മണമടിച്ച് നമ്മുടെ ടെസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, കാശിന്ന് ഹൈ എടുത്തേക്കാം. അപ്പോൾ ടെസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. സമയമായപ്പോൾ പയ്യെ കറങ്ങി തിരിഞ്ഞ് വന്ന് എന്താ
ആവി പറക്കുന്നുണ്ട് കേട്ടോ. എന്നാ അവനെടുത്ത് കൊടുക്കുക. ഗൈസ് ചൂടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ദേ നമ്മൾ അകത്തു നിന്നൊരു ശാലം എടുത്തിട്ടുണ്ട്. നമ്മളത് ടെസ്റ്റർക്ക് കൊടുക്കുക കേട്ടോ. എങ്ങനെയുണ്ട് കാശി? സൂപ്പറാണോ? കരിമീനാണോ നല്ലത്, കൊഞ്ചാണോ നല്ലത്? ഉണ്ടോ? കൊഞ്ച് അടിപൊളിയാന്ന് പറയാം. നിൽക്കുന്ന സ്റ്റൈലൊക്കെ ഉണ്ടോ? അപ്പം നിങ്ങൾ കൊഞ്ച് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.